ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നോർമലായിട്ട് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള മൺസൂൺ ഡ്രൈവിംഗ് ടിപ്സ് എന്ന് നോക്കിയാലോ. നമ്മൾ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവരാണല്ലേ നമ്മുടെ ഡെയിലി ലൈഫിൽ. അപ്പം പ്രത്യേകിച്ച് മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എക്സ്ട്രാ ഒരു കെയർ കൊടുത്തിട്ടാണ് എപ്പോഴും ഡ്രൈവ് ചെയ്യാറ്. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ വെഹിക്കിൾസിൻ്റെ കണ്ടീഷൻ, അതായത് ടയർ ആണെങ്കിലും അല്ലെങ്കിൽ വൈപ്പർ സൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ചെക്ക് ചെയ്യുക എപ്പോഴും. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെഹിക്കിളിനോടൊപ്പം യൂസർ മാനുവൽ ഉണ്ടല്ലോ, അപ്പോൾ അതിലെല്ലാ ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതറിയാത്തവർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ടയർ കണ്ടീഷൻസ് നിങ്ങൾ നോക്കാറുണ്ടോ? ടയറിൻ്റെ ത്രെഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ടയർ ചേഞ്ച് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതായത് ടയറിൽ തന്നെ ഒരു മാർക്കിംഗ് ഉണ്ട്, ടയറിൻ്റെ മിഡിലായിട്ട് ഒരു ഗ്രൂ ഉണ്ട്. ആ ഒരു മാർക്കിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ അതിൻ്റെ ആ ഒരു തിക്നെസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ആ ഒരു ടയർ ചേഞ്ച് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. വൈപ്പർ ബ്ലേഡ്സ് പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യാറുണ്ടോ നിങ്ങൾ? വളരെ ഹെവി മഴയുള്ള സമയത്ത് വളരെ ഫാസ്റ്റായിട്ടാണ് വൈപ്പർ ബ്ലേഡ്സ് വർക്ക് ചെയ്യുന്നത്. ഇത് പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യാതെ നല്ല ബ്ലേഡ്സ് യൂസ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ വിസിബിലിറ്റിയെ തന്നെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വൈപ്പർ ബ്ലേഡ്സ് എല്ലാവരും പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ വൈപ്പർ ഫ്ലൂയിഡ് വെള്ളത്തിനോടൊപ്പം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സാധാരണ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ വാട്ടർ ആയിരിക്കും ആഡ് ചെയ്യുന്നത്, അപ്പം പ്രോപ്പറായിട്ട് ചെളി പൊടി കാര്യങ്ങളൊക്കെ പോകത്തില്ല. പക്ഷേ വൈപ്പർ ഫ്ലൂയിഡ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്ലീനായിട്ട് നല്ല വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി, അതായത് ജെനുവിൻ ആയിട്ടുള്ള വൈപ്പർ ബ്ലേഡ്സും അല്ലെങ്കിൽ ഫ്ലൂയിഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ദുക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ത്രൂ നമുക്ക് ക്വാളിറ്റി പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. രാത്രികാല ഡ്രൈവിങ്ങിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നല്ല ലൈറ്റ് വിസിബിലിറ്റി. ഒന്ന് പ്രോപ്പർ ലൈറ്റിംഗ് വേണം, അതുപോലെ തന്നെ വിസിബിലിറ്റി നല്ലതായിരിക്കണം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിംഗ് ഉണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് മാത്രമല്ല, നല്ല സ്പീഡിൽ ഇപ്പോൾ നമ്മൾ ഹൈവേ വഴിയൊക്കെ പോകുമ്പോഴത്തേക്കും അതിൻ്റെ ലൈറ്റിൻ്റെ ഫോക്കസ് ലോങ്ങിലേക്ക് നമുക്ക് വ്യൂ വേണ്ടി വരും. അപ്പം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഹെഡ്ലൈറ്റ്സിൻ്റെ ആ ഒരു പൊസിഷൻ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ബൾബ്സ് കാര്യങ്ങളൊക്കെ ഒരു ഇഷ്യൂ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. ബ്രേക്കിംഗ് എപ്പോഴും പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യാറുണ്ടോ നിങ്ങൾ? പ്രോപ്പറായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും വാഹനം എടുക്കുന്നതിന് മുന്നേ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക ബ്രേക്കിംഗ് പക്കയാണോ എന്നുള്ളത്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും വളരെ സ്ലിപ്പായിട്ടുള്ള സർഫസ് ആയിരിക്കും റോഡിനുണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഒരു ചെക്കിങ് എപ്പോഴും നടത്തുന്നത് നല്ലതാണ്. അതോടൊപ്പം നമ്മൾ ബ്രേക്ക് പാർട്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യാറായോ, അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി എപ്പോഴും ബ്രേക്കിൻ്റെ ആ ഒരു പാർട്ട് പെർഫെക്റ്റ് ആയിട്ട് വെക്കുക. മഴക്കാലത്ത് സ്പീഡിൽ ഓടിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സ്പീഡിൽ ഓടിക്കുന്നത് ശരിക്കും വളരെ ഡേഞ്ചറാണ് കേട്ടോ. കാരണം ആ ഒരു മഴയുള്ള സമയത്ത് നമ്മൾ ശരിക്കും സ്പീഡ് കൺട്രോൾ ചെയ്ത് ഓടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. വെള്ളം റോഡിലുള്ളതുകൊണ്ട് തന്നെ ടയറും റോഡുമായിട്ടൊരു ഗ്രിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഗ്രിപ്പ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രേക്കിംഗ് ഒന്നും ആക്ച്വലി പ്രോപ്പർ ആയിരിക്കത്തില്ല. അപ്പം നമ്മുടെ കാൽക്കുലേഷനുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് വാഹനത്തിൻ്റെ വേഗത കുറച്ച് മാത്രം മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുക. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യുകയും വേണം. മഴയുള്ള സമയങ്ങളിൽ ഷാർപ്പ് ബ്രേക്കിംഗ് എല്ലാവരും ഒഴിവാക്കുക. പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നോർമൽ നമ്മുടെ ബ്രേക്കിംഗ് ഒരു ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡൊക്കെയാണ് ഫ്രണ്ടിലുള്ള വാഹനത്തിൻ്റെ ആ ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു 5 സെക്കൻഡ്സ് ആയിട്ട് ഉയർത്തുക. കാരണം ആ ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസിലുള്ള വ്യത്യാസം മഴയുള്ള സമയത്തുണ്ടാവും. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മൺസൂൺ കാല ഡ്രൈവിംഗ് ടിപ്സ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ജെനുവിൻ പാർട്സ് ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഞാൻ ഈ ദുക്കാൻ്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.